13ാമത് കേരള ട്രാവൽ മാർട്ട് സെപ്റ്റംബർ 24 മുതൽ 27 വരെ കൊച്ചിയിൽ നടത്താൻ തീരുമാനിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നു. 75 രാജ്യങ്ങളിൽ നിന്നും 610 അന്തർദേശീയ രജിസ്ട്രേഷനുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 1750 ആഭ്യന്തര രജിസ്ട്രേഷനുകളും ഇപ്പൊ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരള ട്രാവൽ മാർട്ടിന് എല്ലാ കാലത്തും കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതിന് വലിയ പങ്ക് ഉണ്ടായിരുന്നു. ആ പ്രാധാന്യത്തോടുകൂടി ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ടൂറിസം മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാര്, ആഭ്യന്തര വിദേശ ടൂർ ഓപ്പറേറ്റർമാര്, ഹോട്ടലുകള്, ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാര്, MIC പ്ലാനർമാര്, വെൽനസ് സേവനദാതാക്കൾ, എക്സ്പീരിയൻഷ്യൽ ടൂറിസത്തിന്റെ പങ്കാളികൾ, വിദേശ മാധ്യമ പ്രവർത്തകരും, നാഷണൽ മീഡിയയുടെ മാധ്യമ സുഹൃത്തുക്കളും, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക മീഡിയ സെന്ററും അവിടെ KTMന്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ദേശത്തും വിദേശത്തും ഒക്കെയായി കേരളത്തിന്റെ ടൂറിസത്തിന്റെ പുതിയ സാധ്യതകളെ, പുതിയ പ്രോഡക്റ്റുകളെ അതിവരോട് വിശദീകരിക്കുകയുണ്ടായി. MIC വൈസ്, അതുപോലെ വെൽനസ് പഴയതാണ്, നമുക്ക് വലിയ കുത്തകയുള്ള മേഖലയാണ്. ആയുർവേദമാണെങ്കിലും വെൽനസ് ടൂറിസം ആണെങ്കിലും അതിനെ കുറച്ചും കൂടി ആകർഷകമായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, നമ്മുടെ വെൽനസ് ടൂറിസത്തെ, ആയുർവേദത്തെ ഒന്നുകൂടി ഒന്ന് റീബ്രാൻഡ് ചെയ്യാൻ, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് വളരെ നേരത്തെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ ഒരു ആധികാരികമായ മുൻതൂക്കമുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. പുതിയ കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ ഈ കേരളം മത്സരിക്കുന്നത് രാജ്യങ്ങളുമായിട്ടാണ്, സംസ്ഥാനങ്ങളുമായിട്ടല്ല. ലോകത്തെ വിവിധ രാജ്യങ്ങളുമായിട്ടാണ് ടൂറിസം മേഖലയിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ആധികാരികത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നമ്മൾ പിന്തള്ളി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അതിനെ റീബ്രാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരമായിട്ട് കൂടി ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് KTMനെ കാണുകയാണ്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിനും അപ്പുറത്തേക്ക് സസ്റ്റൈനബിൾ ടൂറിസത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്നു. ഹോം സ്റ്റേസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ബാക്ക് വാട്ടർ ടൂറിസവും അങ്ങനെ നിലവിലുള്ള പ്രോഡക്റ്റുകളുടെ കൂടെ തന്നെ നമ്മൾ നവീനമായ പുതിയ പ്രോഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലോകത്തെ നമ്മൾ ഇനി എത്താത്ത രാജ്യങ്ങളിലേക്കും നമ്മുടെ മാർക്കറ്റിംഗ് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഈ മേഖലയിലുള്ള ഏറ്റവും പരിണിതപ്രജ്ഞരായ, അനുഭവസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ എല്ലാ സഹായത്തോടു കൂടി അത് നിർവഹിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ ടൂറിസത്തിന് ഈ വർഷ ബജറ്റിൽ കൂടി നമ്മൾ വ്യവസായത്തിന് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരികയാണ്. ആദ്യ മീറ്റിംഗിൽ തന്നെ ഈ മേഖലയിലുള്ളവരുടെ എല്ലാം ആവശ്യമായിരുന്നു. ആദ്യ ബജറ്റിൽ തന്നെ നമ്മൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം ടൂറിസം സെക്രട്ടറി ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, അഡീഷണൽ ഡയറക്ടർ ഉണ്ട്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കും. അതിനുള്ള മീറ്റിങ്ങുകളും ഡ്രാഫ്റ്റും ഒക്കെ തയ്യാറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇപ്പം പറയാൻ കഴിയാത്തത്. അത് പക്ഷെ അധികം വൈകാതെ തന്നെ അത് മീഡിയയിൽ കൂടി തന്നെ അറിയിക്കും. അതിനു മുമ്പ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള 1-2 മീറ്റിങ്ങുകളോട് ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതോടെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും അതിലേക്ക് അവസാനമായിട്ട് കടക്കുന്നത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഇത് KTMനെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, കേരളത്തിലെ മാധ്യമ സ്നേഹിതരുടെ, നാഷണൽ മീഡിയയുടെ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പ്രത്യേകമായ സഹായം, പിന്തുണ ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സെപ്റ്റംബർ 24-ന് കൊച്ചിയിലെ ഇതിന്റെ ഗ്രാൻഡ് ഹയത്ത് ബോൾഗാട്ടിയില് 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈ 13ാമത്തെ എഡിഷൻ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ KTMന്റെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയമുള്ളത് അവർ കൂടുതൽ അവരാണ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഇവന്റുകളിൽ ഒന്നായ KTMന്, സംസ്ഥാന സർക്കാരിനും KTMന്റെ ഭാരവാഹികൾക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 2000-ൽ ആരംഭിച്ച KTM ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്.
വേറെ ഏത് വകുപ്പിലും ഇത്തരത്തിലൊരു പാർട്ട്ണർഷിപ്പ് ഇല്ല. വേറെ ഇൻഡസ്ട്രിയൽ മോഡലുകളുണ്ട് സിയാൽ പോലെ, പക്ഷേ ടൂറിസത്തിനെ സംബന്ധിച്ചോളം ഒരു നല്ലൊരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് ഈ സൊസൈറ്റി രൂപം കൊടുത്ത് 2000-ലാണ്. പക്ഷെ അതേ തുടർന്ന് ഇത് 13ാമത്തെ എഡിഷനാണ് കേരള ട്രാവൽ മാർട്ടിന്റെ ഒരു സംരംഭം. അതുപോലെ തന്നെ 2026 ഫ്രം സെപ്റ്റംബർ 24 to 27 ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഗ്ലോബൽ ട്രാവൽ മാർട്ടല്ല, ഗ്ലോബൽ ആയിട്ടുള്ള ട്രേഡ് ഫെയറുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ രാജ്യങ്ങളും കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവരുടെ മാർക്കറ്റിംഗ് എഫേർട്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു രാജ്യം ശ്രീലങ്ക തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്റ്റോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആ രീതിയിലാണ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയൊരു പങ്കാളിത്തോടു കൂടിയാണ് KTM എന്ന് പറയുന്ന ഈ സംരംഭം നമ്മൾ ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു ഗ്ലോബൽ ട്രേഡ് ഫെയർ പോലെ ഒരു സംരംഭം കൂടിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. നോട്ട് ഓൺലി എ ട്രാവൽ മാർട്ട്, ഒരു ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇവിടെ വന്ന് ഈ ട്രാവൽ അല്ലെങ്കിൽ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്ന ഒരു രീതിയിൽ നമ്മൾ കേരള ട്രാവൽ മാർട്ടിന്റെ ഒരു അടുത്ത എഡിഷൻ നമുക്ക് മാറ്റാൻ സാധിക്കണം. അതുവഴി ഇന്ത്യനകത്തുള്ള ബിസിനസ് സംരംഭങ്ങൾ, അതുപോലെ തന്നെ ടൂർ ഓപ്പറേറ്റേഴ്സ്, വിദേശത്തുള്ളത് ഒരു ആനുവൽ കലണ്ടർ ഇവന്റ് ആയിട്ട് നമുക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നതാണ് എനിക്കിവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിനകത്ത് സഹകരിക്കണം. ഈ ട്രാവൽ മാർട്ടിന്റെ എഡിഷൻ നല്ലൊരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. KTM 13ാമത്തെ എഡിഷനെ കുറിച്ച് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഈ KTM ഒരുക്കുന്ന അവസരം മാർക്കറ്റിൽ എന്ത് ട്രെൻഡാണ് അല്ലെങ്കിൽ എന്താണ് ഡിമാൻഡ് എന്ന് അറിയാനുള്ള ഒരു അവസരമാണ് ഈ KTM പോലുള്ള ഒരു വേദി. അതിലേക്ക് നമ്മൾക്ക് കേരള സംസ്ഥാന ടൂറിസത്തിന് ഓഫർ ചെയ്യാനുള്ളത് എന്താണെന്നും നമ്മൾക്ക് ഇവിടെ അറിയിക്കാൻ സാധിക്കും. ഇതിലെ ഏറ്റവും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ഹോട്ടൽസ്, റിസോർട്ട്സ്, ഹോം സ്റ്റേസ്, അതുപോലെ തന്നെ ഇത് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ എല്ലാ മാധ്യമപ്രവർത്തകരുടെയും ഏറ്റവും അധികം ആളുകളിലേക്ക് ഇത് എത്തിച്ചേരുവാനുള്ള ഒരു പ്രയത്നം ഉണ്ടാകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തിരിക്കുന്ന ചില അറേഞ്ച്മെന്റ്സ് കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും മുൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് എന്ന നിലയിലും ശരിക്കും പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയായി മാറിയതും കേരളം ഇന്ത്യയിലെ ഒന്നാമത്തെ ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയതും പല മാർട്ടുകളിലും, ഇന്റർനാഷണൽ മാർട്ടുകളിലും ഡൊമസ്റ്റിക് മാർട്ടുകളിലും കേരളത്തിലെ ടൂറിസം മന്ത്രി, മറ്റ് സെക്രട്ടറി, ഡയറക്ടേഴ്സ്, ഞങ്ങളുടെ ഓഫീസേഴ്സ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അതിൽ പങ്കെടുത്തതുകൊണ്ടാണ്. അതിൽ ആ യാത്രയുടെ ഒപ്പം എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള മീഡിയ പ്രവർത്തകരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കേരളത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി ഇന്റർനാഷണൽ മീഡിയയും ഡൊമസ്റ്റിക് മീഡിയയും, അതിൽ വിഷ്വൽ മീഡിയ ഉണ്ട്, അതിൽ ന്യൂസ് പേപ്പർ ഉണ്ട്, വെൽനസ് മാഗസിൻസ് ഉണ്ട്, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള മീഡിയയെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വഴി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ കൂടി ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ധാരാളം സോഷ്യൽ മീഡിയ, ധാരാളം ബ്ലോഗേഴ്സ് നമ്മൾ KTM ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി ഇന്ന് ലോകത്ത് ഇത്രയധികം അറിയപ്പെടുന്നത്. ലോകത്ത് എവിടെ പോയാലും ഇന്ത്യയിൽ പറഞ്ഞ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളെല്ലാം ഒത്തിരി ഇന്റർനാഷണൽ എക്സിബിഷൻ പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ്, നിങ്ങൾക്കായി ഒത്തിരി അറേഞ്ച്മെന്റ്സ് അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മീഡിയ സെല്ലുണ്ട്, വളരെ സൗകര്യമുള്ള മീഡിയ സെല്ല്, എല്ലാ സംവിധാനങ്ങളുള്ള മീഡിയ സെല്ല് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ, യാത്ര ചെയ്ത് വരാനുള്ള സംവിധാനം വേണമെങ്കിൽ അതും അവിടെയുണ്ട്. നിങ്ങൾക്ക് അവിടെ അക്കോമഡേഷൻ വേണമെങ്കിൽ അതുമുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും KTM അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ വരിക എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യുദ്ധം, പാൻഡമിക്, അങ്ങനെ പല ഇഷ്യൂസിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മീഡിയ കേരളത്തിന്റെ നല്ല കാര്യങ്ങൾ, ടൂറിസം നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. KTM പറ്റി വളരെ വിശദമായി ബഹുമാനപ്പെട്ട മന്ത്രിയും സെക്രട്ടറിയും ഡയറക്ടറും പ്രസിഡന്റും വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം സന്തോഷത്തിലാണ്. സന്തോഷം പ്രധാനമായിട്ട് കേരളത്തിലെ ടൂറിസം വ്യവസായമായി ഈ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം, മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഡിക്ലെയർ ചെയ്യുകയും അതിന്റെ ഫെസിലിറ്റീസ്, ഇൻഡസ്ട്രിക്കുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് തരും എന്ന് പറയുകയും ചെയ്തതാണ്. അതിനുള്ള സന്തോഷം KTMന്റെ പേരിലും മറ്റു മുഴുവൻ സംഘടനകളുടെ പേരിലും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഗവൺമെന്റിനെയും അറിയിക്കുകയാണ്. ഇപ്പോൾ KTMനെ പറ്റിയും കേരള ടൂറിസത്തെ പറ്റിയൊക്കെ മന്ത്രിയും നേതാക്കളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതിന് രണ്ട് വാക്ക് മാത്രമേ സംസാരിക്കാനുള്ളൂ. കഴിഞ്ഞ 40 വർഷം കൊണ്ട് കേരള ടൂറിസം ഈ ലെവലിലേക്ക് എത്താനായിട്ട് ഗവൺമെന്റും ഇൻഡസ്ട്രിയും ചേർന്ന് ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിച്ചു. ഇപ്പം നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുത, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിൽ
വ്യക്തമായ പോളിസികളോട് കൂടി ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രി, ഇപ്പൊ തന്നെ പറഞ്ഞു മന്ത്രി റീബ്രാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഈ കേരളത്തെ ടൂറിസത്തിനെ നെക്സ്റ്റ് ലെവലിലേക്ക് വളർത്താനായിട്ട് ഒരു ലീഡർഷിപ്പിലേക്ക് എടുത്തിരിക്കുന്ന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇൻഡസ്ട്രി വളരെയധികം നേട്ടം കഴിയും. അതിന്റെ ഫസ്റ്റ് ഫേസ് ആയിരിക്കാം KTM. കാരണം നമുക്ക് പ്രസന്റേഷൻ KTM-ലാണ്. അപ്പം ഈ അടുത്ത KTM-ലേക്ക് എല്ലാ തയ്യാറെടുപ്പിനും ബഹുമാനപ്പെട്ട മന്ത്രിയും ഗവൺമെന്റും തരുന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും പുതിയ KTM നിങ്ങൾക്ക് മുമ്പിൽ അവതരിക്കപ്പെടുകയാണ്. വളരെ പ്രതീക്ഷയോടെയാണ് ടൂറിസം വകുപ്പ് ഇതിനെ കാണുന്നത്. ഏതൊരു ഡെസ്റ്റിനേഷന്റെയും വളർച്ചയിലും തകർച്ചയിലും അവിടുത്തെ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കാണുള്ളത്. വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യമായി യൂട്യൂബിൽ കേരളം ഡെസ്റ്റിനേഷൻ സെർച്ച് ചെയ്യുമ്പോൾ മീഡിയാസ് എങ്ങനെയാണ് ഈ ഡെസ്റ്റിനേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം അവർ ഫസ്റ്റ് ചിന്തിക്കും. ഇന്റർനാഷണൽ ട്രാവൽ മാർട്ടിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ മീഡിയ ഓരോ ഡെസ്റ്റിനേഷനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഫോർ എക്സാമ്പിൾ, വയനാട് ചൂരൽമല ലാൻഡ്സ്ലൈഡ് വന്ന സമയത്ത് വയനാട് ഡിസാസ്റ്റർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ക്യാമ്പയിൻ പോയപ്പം വയനാടിനെ ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ മീഡിയാസ് ആ ഒരു ക്യാമ്പയിൻ, അതായത് വയനാട് ടൂറിസം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നൽകിയ ക്യാമ്പയിനിന് വളരെയധികം സപ്പോർട്ടാണ് കേരള മീഡിയ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും KTM-ലെ മീഡിയയുടെയും മറ്റ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പുതിയ ഭാവത്തിൽ വരുന്ന KTM കേരള ടൂറിസത്തിന്റെ വിജയക്കൊടി ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ കൂടുതൽ ശക്തമായി പാറാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.